ക്ലബ് ഹൗസ് കൂട്ടായ്മയായ യൂട്യൂബേഴ്സ് ട്യൂട്ടോറിയലിൻ്റെ ഫാമിലി മീറ്റപ്പിൻ്റെ വീഡിയോയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത്. കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് മേളിൽ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കണ്ടിട്ട് വരിക. ഭക്ഷണത്തിന് ശേഷം എല്ലാവർക്കും കൂടെ മൺട്രോത്തുരുത്ത് ഐലൻഡിലേക്ക് ഒരു ബോട്ട് യാത്രയാണ് പോയത്. അതിൻ്റെ വിഷ്വൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടേസ്റ്റിക് ട്രാവലിൻ്റെ ഏറ്റവും പുതിയ ട്രാവൽ സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഭക്ഷണത്തിന് ശേഷം എല്ലാവരും മൺട്രോത്തുരുത്തിലേക്ക് പോയി. അവിടെ 2 ബോട്ടിലായിട്ടാണ് യാത്ര ആരംഭിച്ചത്. ഷിക്കാര വള്ളങ്ങളും സാധാരണ ചെറുവള്ളങ്ങളുമാണ് മൺട്രോത്തുരുത്ത് ഐലൻഡിലൂടെയുള്ള യാത്രയ്ക്ക് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ബോട്ടിൽ കയറുന്ന സമയം കൊണ്ട് മൺട്രോത്തുരുത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. കൊല്ലം ജില്ലയിൽ അഷ്ടമുടി കായലും കല്ലടയാറിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപ സമൂഹമാണ് മൺട്രോത്തുരുത്ത്. കൊല്ലം ടൗണിൽ നിന്നും ഏകദേശം 25 കിലോമീറ്റർ ദൂരമുണ്ട് മൺട്രോത്തുരുത്തിലേക്ക്. തെങ്ങും നെല്ലും മത്സ്യവുമാണ് ഇവിടുത്തെ പ്രധാന കൃഷി. തെങ്ങ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് ഇവിടെയുള്ളത്. കൃഷി, മത്സ്യബന്ധനം, കയറുപിരി, വിനോദസഞ്ചാരം എന്നിവയാണ് ഇവിടുത്തെ പ്രധാന തൊഴിൽ. മൺട്രോത്തുരുത്തിലെ ഏറ്റവും പ്രധാന ആകർഷണമാണ് ഇവിടെയുള്ള കണ്ടൽക്കാടുകൾ. അഷ്ടമുടി കായലിലാണ് ഇവ ധാരാളമായി കാണാൻ സാധിക്കുക. എല്ലാവരും ബോട്ടിൽ കയറി കഴിഞ്ഞപ്പോൾ കല്ലടയാറിൻ്റെ കൈവഴിയിലൂടെ അഷ്ടമുടി കായൽ ലക്ഷ്യമാക്കി ബോട്ട് കുതിച്ചു പാഞ്ഞു. നദിയുടെ ഇരുകരയിലും അതിമനോഹരമായ കാഴ്ചകളാണ് കാണാൻ സാധിക്കുക. ബോട്ടിലുള്ള എല്ലാവരും അവരവരുടെ സീറ്റിൽ സുഖമായിട്ടിരുന്ന് ഈ നദിക്കരയിലുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ദ്രജിത്ത് ബ്രോ ക്യാമറയിൽ ലെൻസൊക്കെ മാറ്റിയിട്ട് റെഡിയായിക്കൊണ്ടിരിക്കുന്നു. 1811 1815 ഇടയിൽ തിരുവിതാംകൂറിൽ ദിവാനായിരുന്ന ഏറെ ജനകീയനും സമർത്ഥനുമായിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ കേണൽ മൺറോയുടെ പേരിൽ നിന്നുമാണ് മൺട്രോത്തുരുത്തിന് ആ പേര് ലഭിച്ചത്. മൺട്രോത്തുരുത്ത് ലക്ഷ്യമാക്കി നമ്മുടെ ബോട്ട് കല്ലടയാറിൻ്റെ ഓളപ്പരപ്പിലൂടെ കുതിച്ചു പാഞ്ഞുകൊണ്ടേയിരുന്നു. കല്ലടയാർ അഷ്ടമുടി കായലുമായി സംഗമിക്കുന്ന പ്രദേശത്ത് രൂപപ്പെട്ട ചെറുദ്വീപുകളുടെ സമൂഹമാണ് മൺട്രോത്തുരുത്ത്. പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമായിരുന്നു ഈ പ്രദേശം. ഒറ്റപ്പെട്ട് കഴിഞ്ഞിരുന്ന ഒരു ദ്വീപായിരുന്നെങ്കിലും സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് സൗകര്യങ്ങളിലും വളരെ ശ്രദ്ധേയമായ സ്ഥാനവും ചരിത്രവും ഉള്ള ഒരു പ്രദേശമായിരുന്നു അത്. കല്ലടയാറിൻ്റെയും അഷ്ടമുടി കായലിൻ്റെയും ഇടയിൽ ചെറിയ ദ്വീപുകളായി കണ്ടിരുന്ന ഈ ഭൂവിഭാഗത്തെ അതിർത്തി എന്ന പേരിലാണ് മുൻപ് അറിയപ്പെട്ടിരുന്നത്. അഷ്ടമുടി കായലിലേക്ക് എത്തിയപ്പോഴേക്കും നമുക്ക് കണ്ടൽക്കാടുകൾ ദൃശ്യമായി തുടങ്ങി. അവിടെ കണ്ട ഒരു കണ്ടൽ ചെടികളുടെ ഒരു കൂട്ടത്തിലേക്ക് ഉള്ളിലേക്ക് ബോട്ട് കയറ്റി നിർത്തി അവിടെ ഇറങ്ങി മരങ്ങളിൽ കയറി കുറച്ചു നേരം വിശ്രമിക്കാനുള്ളൊരു സമയം ഉണ്ടായിരുന്നു. ഷിക്കാര ബോട്ട് പോലെയുള്ള വലിയ ബോട്ടുകൾ ഇതുപോലെ കാണുന്ന കണ്ടൽ ചെടികളുടെ ഇടയിലേക്കാണ് കയറുക. ചെറിയ ബോട്ടുകളിലാണെങ്കിൽ ആർച്ച് പോലുള്ള സ്ഥലത്തൂടെ കയറി അപ്പുറത്തൂടെ ഇറങ്ങി വരാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. ഈ ബോട്ട് ആർച്ചിൻ്റെ ഉള്ളിലോട്ട് കയറില്ലാത്തതുകൊണ്ടാണ് ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ ബോട്ട് നിർത്തുന്നത്.
കണ്ടൽ ചെടികളോടും യാത്ര പറഞ്ഞ് വീണ്ടും അഷ്ടമുടി കായലിലൂടെ യാത്ര തുടർന്നു. ചുറ്റും എവിടെ നോക്കിയാലും അതിമനോഹരമായ കാഴ്ചയാണ് കണ്ണിലൊടുക്കുക. ഒരു കണ്ടൽ ചെടി തനിയെ നിൽക്കുന്നു, നോക്കും എത്ര മനോഹരമാണെന്ന്. സൂര്യൻ അസ്തമയത്തോടടുക്കുന്നു. നമ്മൾ വീണ്ടും പുതിയ പുതിയ കാഴ്ചകൾ തേടി അഷ്ടമുടി കായലിലൂടെ യാത്ര തുടർന്നു. നേരെ മുന്നിൽ കാണുന്ന പാലം പെരുമൺ പാലമാണ്, റെയിൽവേ പാലമാണ്. പണ്ട് പെരുമൺ ദുരന്തമുണ്ടായത് ഈ പാലത്തിൽ വെച്ചാണ്. അത് കഴിഞ്ഞ് വീണ്ടും പുനർനിർമ്മിച്ച പാലമാണ് ഈ കാണുന്നത്. ഭക്ഷ്യവിളകളും നാണ്യവിളകളും ഒരു കാലത്ത് സമൃദ്ധമായി ഈ പ്രദേശത്ത് കൃഷി ചെയ്തിരുന്നു. തെങ്ങ്, നെല്ല്, ഗ്രാമ്പു, കൊക്കോ, കിഴങ്ങുവർഗ്ഗങ്ങൾ, മത്സ്യം എന്നിവയായിരുന്നു പ്രധാന കൃഷിയിനങ്ങൾ. കല്ലടയാറിൽ നിന്ന് ഒഴുകി വരുന്ന ജലം കടലിൽ നിന്നുള്ള ഊർജലത്തെ പ്രതിരോധിച്ചിരുന്നു. മഴക്കാലത്ത് ആറിൽ നിന്നും ഒഴുകി വന്ന് നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണ് കൃഷിക്ക് ആവശ്യമായ പോഷകങ്ങൾ പ്രദാനം ചെയ്തു. കായലിൽ നിന്നും ചേറ് കുത്തിയെടുത്ത് വരമ്പുകളുണ്ടാക്കി അതിൽ തെങ്ങ് കൃഷി ചെയ്യുന്ന രീതി ഇവിടെ വ്യാപകമായിരുന്നു. എന്നാൽ അണക്കെട്ട് മൂലം കല്ലടയാറ്റിൽ നിന്നുള്ള ശുദ്ധജലത്തിൻ്റെ ഒഴുക്ക് കുറഞ്ഞതും വേനൽക്കാലത്ത് ഇത് തീരെ ഇല്ലാതായതും തുരുത്തിൽ ഊർജലം കയറുന്നതിനും കൃഷിനാശത്തിനും കാരണമായി. ആൾതാമസമുള്ളതും ഇല്ലാത്തതുമായ അനേകം ചെറിയ ദ്വീപുകൾ ഇവിടെയുണ്ട്. അതിൽ ഒരു ചെറിയ ദ്വീപിലേക്ക് നമ്മുടെ ബോട്ട് അടുപ്പിച്ചു. എല്ലാവരും അവിടെ ഇറങ്ങി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഹാപ്പിയായി കുറേ നേരം സ്പെൻഡ് ചെയ്ത് തിരിച്ചു പോന്നു. സമയമേറെ വൈകിയതിനാൽ പേരറിയാത്ത ആ ദ്വീപിൽ നിന്നും വീണ്ടും ഞങ്ങൾ മടക്കയാത്ര ആരംഭിച്ചു. സൂര്യൻ ചക്രവാളത്തിൽ അസ്തമിച്ചു കഴിഞ്ഞിരുന്നു. അതിമനോഹരമായിരുന്നു ആ ദൃശ്യങ്ങൾ. സന്ധ്യാനേരത്തുള്ള അഷ്ടമുടി കായലിലെ ദൃശ്യങ്ങളും ക്യാമറയിൽ പകർത്തി യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. കണ്ടൽക്കാടിൻ്റെ ചെറിയ ആർച്ചുകളാണ് മുമ്പിൽ കാണുന്നത്. ചെറിയ വള്ളത്തിൽ വന്നാൽ മാത്രമാണ് അതിൻ്റെ ഉള്ളിലൂടെ കടന്ന് അപ്പുറം എത്താൻ സാധിക്കൂ. കായൽക്കരയിൽ ഒട്ടനവധി റിസോർട്ടുകളും ഹോം സ്റ്റേകളും അവൈലബിൾ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി എത്രയും പെട്ടെന്ന് വീണ്ടും കാണാം. ബൈ ബൈ.